ഹായ്, വെൽക്കം ടു ഇറ്റ്സ് മീ ജാനകി. എൻ്റെ ചില ചിന്തകളിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് പേരൻസ് ചെയ്യുന്ന കോമൺ മിസ്റ്റേക്സിനെ കുറിച്ചാണ്. പേരൻസ് കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റായതാണ് ചെയ്യുക, അല്ലേ? പക്ഷേ അറിയാതെ ചെയ്തു പോകുന്ന ചില കോമൺ മിസ്റ്റേക്സുകളുണ്ടാവും. അതൊന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റത്തെ ഓവർ കമ്പയറിംഗ് ആണ്. കുട്ടികളെ മറ്റൊരു കുട്ടികളായി കമ്പയർ ചെയ്യരുത്. അത് പാരൻസിൽ വരുന്ന ഒരു മിസ്റ്റേക്കാണ്, കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. സെക്കൻഡ്, ഓവർ പ്രൊട്ടക്ഷനാണ്. സേഫ്റ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളിൽ. പക്ഷേ കുട്ടികൾക്ക് സ്വന്തമായി എക്സ്പ്ലോർ ചെയ്യാനും അവർക്ക് അവരുടേതായ സ്പേസും ഉണ്ട്. അത് കൊടുക്കാത്തതാണ് വലിയൊരു മിസ്റ്റേക്ക്. തേർഡ്, ഫോൺ ഓർ സ്ക്രീൻ ഓവർഡോസ്. ചില പാരൻസ് ബിസി ആകുമ്പോൾ കുട്ടികൾക്ക് ഫോൺ എടുത്തു കൊടുക്കാറുണ്ട്. അത് പലപ്പോഴും ആവർത്തിച്ച് ചെയ്യുന്നൊരു തെറ്റാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ചൈൽഡ്സ് ഫോക്കസും ബിഹേവിയറും എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ, ലിസണിങ് ഇല്ലാത്തത്. ചില പാരൻസ് എപ്പോഴും കുട്ടികളെ അഡ്വൈസ് ചെയ്യുന്നു, പക്ഷെ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ പാരൻസ് കേൾക്കാറില്ല. അവർ പറയുന്ന കാര്യങ്ങൾ എത്ര ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, അത് നമ്മൾ കേൾക്കാൻ തയ്യാറാകണം. അത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് അവരുടെ മനസ്സിൽ വലിയൊരു ഫീലുണ്ടാക്കും. 5, എക്സ്പെക്റ്റേഷൻസ് ഓവർഡോസ്. നമ്മൾ പാരൻസ് പല ആക്ടിവിറ്റിയിലും ബെസ്റ്റ് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ അത് കുട്ടികൾക്ക് വലിയ പ്രഷർ ഉണ്ടാക്കും. നമ്മുടെ കുട്ടികളിലുള്ള പ്രതീക്ഷകളെ വളർത്തുന്നതിന് പകരം അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. 6, ഇമോഷണൽ റിയാക്ഷൻ. ചില പാരൻസ് ദേഷ്യത്തിലും സ്ട്രെസ്സിലും പല വേർഡ്സ് കുട്ടികളെ പറയും. അത് കുട്ടികൾക്ക് ഭയങ്കരമായി ഹേർട്ടാകും. എപ്പോഴും വേണ്ടത് ദേഷ്യമെല്ലാം മാറ്റിവെച്ച് കൂളായി റെസ്പോണ്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് മിസ്റ്റേക്സിലൂടെ അവർക്ക് ദേഷ്യവും വാശിയും വരുന്നത്. അത് കുറേയൊക്കെ ഒഴിവാക്കണമെങ്കിൽ കുട്ടികളുടെ കഴിവുകളിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയും അവരുമായി നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരികയും ചെയ്യുക. താങ്ക് യു.